ഹലോ ഫ്രണ്ട്സ്, ഒരു ബിരിയാണി കണ്ടാലോ? ബിരിയാണിക്കായിട്ട് റൈസ് എടുത്തിട്ടുണ്ട്. കൊച്ച് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം വലിയൊരു ചെമ്പെടുത്ത് അതിൽ ഡാൽഡ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യായിട്ട് ഒഴിച്ചാലും മതി. അങ്ങനെ നമ്മളിവിടെ ഡാൽഡയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറുവപ്പട്ടയും അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ കറിവേപ്പില, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ടതെന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടാനും മണം വരാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു ഇതിട്ടത്. അപ്പം അതിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര റൈസാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം എടുക്കാൻ. അപ്പം അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള റൈസ് ഒന്ന് നന്നായിട്ടൊന്ന് കൊവുത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് നന്നായിട്ട് കൊവുത്തി കിട്ടിയതിന് ശേഷം വാപ്പ ഇതുപോലെ ഒന്ന് വാഷ് ഔട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ അരി വാപ്പയായിരുന്നു വാഷ് ഔട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വെള്ളം മുന്നേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അതിലോട്ട് കുറച്ച് രമ്പയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രമ്പയില എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നല്ല മണം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു സ്മെല്ല്, ബിരിയാണിയുടെ ആ ഒരു സ്മെല്ല് തന്നെ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിന് ശേഷം വാഷ് ചെയ്ത് വെച്ച് നമ്മൾ ആ റൈസ് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം പുറത്തിട്ടാണ് പിന്നെ വേവിച്ചത്. അപ്പം പുറത്തോട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ അടച്ചു വെച്ചു. മുകളിൽ കുറച്ച് കനലും സംഭവങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറിനകത്തേനെ ഒന്ന് സെറ്റായിട്ട് കിട്ടി. അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഒരു യെല്ലോയിഷ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ സവാള, ഇഞ്ചി പേസ്റ്റും രമ്പയില എല്ലാത്തിൻ്റെയും മണവും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസവും ബിരിയാണി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റൈസിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ റൈസ് കൊച്ചരി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായാലും. അതുപോലെ തന്നെ നമ്മളെ കയ്യിലെടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കാതെ തന്നെ തോന്നുമോ, അങ്ങനത്തെ ഒരു അരിയായിരുന്നു. അപ്പം അത്യാവശ്യം എല്ലാം കൊള്ളായിരുന്നു റൈസ്. പിന്നെ അതിന് ശേഷം ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം ചിക്കൻ ഇതിലൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചത്. ചിക്കൻ എടുത്ത് പ്രത്യേകമായിട്ടല്ല കഴിച്ചത്. ചിക്കൻ റൈസിനോട് ഇട്ടിട്ട് അതിനെ മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. ഇതിലും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ കറിവേപ്പില ഇടുന്നതെന്ന് വെച്ചാൽ ഇതിലോട്ട് നന്നായിട്ട് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ആഡ് ചെയ്യുന്നത്. കാരണം നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ചൂട് ആ ബിരിയാണി ചോറും ആ ചിക്കനും മിക്സ് ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ വെച്ച് സെറ്റാക്കി കഴിച്ചു. പിന്നെ അതിന് ശേഷം കടുമാങ്ങ അച്ചാർ, പിന്നെ അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി അച്ചാർ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് കുറച്ച് പപ്പടവും അതുപോലെ തന്നെ സലാഡും പിന്നെ വെളുത്തുള്ളിയും കടുമാങ്ങയും ചിക്കൻ പൊരിച്ചതും ഒക്കെ വെച്ചിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു. അപ്പോൾ സെറ്റായിട്ട് കഴിക്കാൻ പറ്റി. അപ്പം ഞാൻ ചോറ് കഴിക്കുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സെറ്റായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.